വേണു ഇവിടെ വിദേശ ക്യാമ്പസേ വരുന്നുള്ളൂ, വിദേശ സർവകലാശാല വരുന്നു എന്നൊക്കെ പറയുന്നു. ഒന്ന് 2014 തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും അക്രമാസക്തമായ SFIയുടെ സമരമാണ്. ആ സമരത്തിൽ കല്ലെറിയുന്ന കുട്ടികളെ നോക്കുക. എന്തായിരുന്നു കാര്യം എന്നറിയോ? കേരളത്തിലെ സയൻസ് ആൻഡ് ആർട്സ് കോളേജ് സ്വയം ഭരണാവകാശം നൽകിക്കഴിഞ്ഞാൽ അവിടെ വിദേശ സർവകലാശാലകൾ കടന്നു വരുമെന്ന് പറഞ്ഞ് നടത്തിയ ഏറ്റവും അക്രമാസക്തമായ ഒരു സമരം. പ്രകാശൻ മാഷെ, ആ കുട്ടികളോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദയവേദി ഇവിടെ വന്ന് CPMന്റെ നിലപാട് വിശദീകരിക്കാൻ എന്ന് പറയരുത്, നിലപാടില്ലായ്മ വിശദീകരിക്കാൻ എന്ന് പറയൂ. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടെങ്കിലും നിങ്ങൾ ഒരു കൂറ് പുലർത്തൂ. എന്ത് നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? 2010 UPAയുടെ നിയമത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ മുഴുവൻ നിങ്ങൾ എതിർത്തത് എന്തിന്റെ പേരിലാ? നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവരുന്നത് പ്രകാശം മാഷ്ക്ക് സമയം കുറവാണ് കിട്ടിയെന്ന ഒരു വാസ്തവമാണ്. ഒരു സെക്കൻഡ് എല്ലാവരും സഹകരിക്കും. രാജു പെട്ടെന്ന് അല്ലല്ല, പ്രകാശം മാഷ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. പ്രകാശം മാഷ്ക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. നിങ്ങൾ ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത് സഖാവ് പുഷ്പന്റെ പേരിൽ എന്തിന്റെ പേരിലായിരുന്നു? സഹകരണ മേഖലയിൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും മെഡിക്കൽ കോളേജും സഹകരണ മേഖല അല്ലല്ല, സർക്കാരിന്റെ പൊതുസ്വത്ത് അങ്ങനെയല്ല രാജു. സർക്കാർ പരിഹാരമല്ലേ ഉദ്ദേശിക്കുന്നത്? സർക്കാരിന്റെ പൊതുസ്വത്ത് ഒരു സ്വകാര്യ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലല്ല, ഒരു സ്വകാര്യ ട്രസ്റ്റിന് അതിന്റെ നടത്തിപ്പ് ചുമതലയും അതിന്റെ എല്ലാ അധികാരങ്ങളും വെച്ച് മാറുന്നതിനെ എതിർത്തിട്ടുള്ള സമരമായിരുന്നു അത്. ആ അർത്ഥത്തിൽ ശയ്യാവലംബിയായ പുഷ്പൻ കേരളത്തിന്റെ അഭിമാനമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. കാരണം പിന്നീട് ഈ സ്വാശ്രയ മേഖലയിൽ ഒരു കള്ളക്കച്ചവടവും നടത്താതിരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ നിയന്ത്രണം വന്നത് 5 രക്തസാക്ഷികളുടെ ചോരയുടെ മുകളിൽ തന്നെയാണ്. അല്ലല്ല, അതൊന്നും നിരാകരിക്കാൻ കഴിയുന്നതല്ല. രാജു, സഖാവ് പുഷ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനയോട് CPM കാണിച്ച ചതിയുടെ പ്രതീകമാണ് സഖാവ് പുഷ്പൻ. അല്ല, ആ ഭാഗം പ്രകാശ് മാഷ് പറയട്ടെ. ശരി, ആ ഭാഗം പ്രകാശ് മാഷ് പറയട്ടെ. പക്ഷേ പുഷ്പന്റെ ജീവിക്കുന്ന രക്തസാക്ഷിത്വത്തിനും മറ്റ് കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളുടെ ജീവനും കേരളം പൊതു താല്പര്യത്തോടെ തന്നെ അതിന്റെ ഗുണം അനുഭവിക്കുകയാണ്. ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ വരാം. പ്രകാശൻ മാഷെ ഈ പറയുന്ന രാജു പൂർത്തിയാക്കും. വേണു മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എനിക്ക് 30 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ബിന്ദുവിന്റെ കാര്യം മാത്രമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇത് ചർച്ച ചെയ്തോ? CPIയുടെ പ്രതിനിധികൾ, CPIയുടെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഞങ്ങൾ പോലും ഒരു പക്ഷേ നിലപാടിന്റെ കാര്യത്തിൽ കാർക്കശ്യത്തോട് പെരുമാറുന്ന ബിനോയ് വിശ്വം പോലും എങ്ങനെ മിണ്ടാതിരിക്കുന്നു? CPM ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തോ? SFIയുടെ നേതാവ് എന്താ പറഞ്ഞത്? ഞങ്ങൾ സർക്കാരിനോട് സംസാരിക്കും, ഇത് അനുവദിക്കാൻ കഴിയില്ല. പ്രകാശം മാഷെ, SFI വിളിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങളുടെ എല്ലാം കൂലിയെടുപ്പുകാരായിട്ട് ഈ കേരളത്തിലെ പൊതുജനങ്ങളെ വിദ്യാർത്ഥികളെ മാറ്റുകയാണോ? എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ്. ശരി രാജു, ഞാൻ അതിലേക്ക് വരാം. ശരി രാജു, പ്രകാശൻ മാഷെ മറുപടി. നിങ്ങൾ നേരിടുന്ന ചില പരുഷമായ ചോദ്യങ്ങളോട് പ്രകാശൻ മാഷെ കേട്ടില്ല എന്ന ഭാവത്തിൽ ഇരിക്കേണ്ട. ഈ പുഷ്പന്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, പരുഷമായ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരാളങ്ങ് അമൃത സർവകലാശാലയിൽ, മറ്റൊരാൾ ബർമിംഗ്ഹാമിൽ. ഒരു സെക്കൻഡ്. അപ്പൊ ഈ കുട്ടികളൊക്കെയോ? അല്ല, ഒരു സെക്കൻഡ്. 15 വർഷം ഒരു സെക്കൻഡ് സാറേ, ഞാൻ ഇപ്പൊ വിടാം, അങ്ങയിലേക്ക് വരികയാണ്. ഇപ്പോ ഈ പറയുന്ന വർഷം 40,000 കുട്ടികൾ പോകുന്നു. 25 ലക്ഷമാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അവർ പോകുന്നത് വഴി നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ബർമിംഗ്ഹാമിലേക്ക് പോയ ആളോ? അങ്ങനെ പോകാതെ ഇവിടെ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചൂട്ടുപിടിച്ചവരോ പറ്റിക്കപ്പെട്ടു. ആരാണ് ഇതിൽ കൗശലത്തോടെ അതിജീവിച്ചത്? ആരാണ് പറ്റിക്കപ്പെട്ടത്? പരുഷമായ ചോദ്യമാണ്. അതിനൊക്കെ മറുപടി പ്രകാശം മാഷേ. ഒരു പരുഷതയില്ലെന്ന് നിങ്ങൾ കാണേണ്ടത് 90കളല്ല 2023. നടക്കുന്ന കാര്യങ്ങൾ എന്താണ് രാജ്യത്ത് എന്നുള്ളത് കൃത്യമായിട്ട് കാണണം. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. നേരത്തെയുള്ള മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. ഇപ്പോഴാവട്ടെ ഒന്നും ബാക്കി വെക്കാതെ വിൽക്കുന്നു കോർപ്പറേറ്റുകൾക്ക് നരേന്ദ്രമോദി. നിങ്ങൾക്കതിനെപ്പറ്റി ഒന്നും മിണ്ടാനില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തെ വരുന്ന 25 വർഷക്കാലം കൊണ്ട് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തോട് സമാനമായ ജീവിതമുള്ള ഒരു ജനതയായിട്ട് മാറ്റാൻ? ഞങ്ങൾ ഞാൻ പറയുന്ന പൂർണ്ണമായിട്ട് കേൾക്കുന്നത്. നിങ്ങൾ CPMന്റെ പോളിറ്റ് ബ്യൂറോ അവർക്ക് പറയണം, ഞങ്ങൾ പറഞ്ഞോളാം. CPM നന്നാക്കുന്ന പണിയൊന്നും 24 ഏൽപ്പിച്ചിട്ടില്ലല്ലോ.
LDF-നകത്തുള്ള പിന്നെ തീർക്കാൻ ഞങ്ങൾ 24-നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ആ ചുമതലയൊന്നും BJP ഇതൊന്നും സ്വയംഭൂവല്ല, ജനങ്ങളോട് ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇത് പ്രൈവറ്റ് കമ്പനിയല്ല. പിണറായി ദീർഘകാല സെക്രട്ടറി ആയിരിക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യുന്നതോടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മതിഭ്രമമായിരിക്കും. ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല. ഇത് ജനാധിപത്യ സംവിധാനത്തോട് ബാധ്യതപ്പെട്ടിരിക്കുന്ന പൊതുജനങ്ങൾ അടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ CPM. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലല്ലോ. ഈ ചോദ്യങ്ങൾ ഉയരും, അതിനെ അഭിസംബോധന ചെയ്യണം, മറുപടി പറയണം, ഒക്കെ വേണം. പ്രവർത്തകനാണല്ലോ ഞാൻ. എന്നെ പറ്റി നിങ്ങൾ ഉത്കണ്ഠപ്പെടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ പറ്റി, CPM-ന്റെ നിലപാടുകൾ ചർച്ച ചെയ്യാൻ CPM-കാർക്ക് അറിയാം. അതിന് നിങ്ങളെ സഹായം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ നവകേരള സംബന്ധിച്ച കാഴ്ചപ്പാടിലെ 2 വാചകം ഞാൻ വായിക്കാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതിയും പ്രാദേശിക സന്തുലിതാവസ്ഥയും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ലക്ഷ്യം വെക്കുന്നു. ഇതിന് തൊട്ട് താഴെ ഞങ്ങൾ പറയുന്നു 326D, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യനീതി ഉറപ്പാക്കിയും നിർദ്ദിഷ്ട നിലവാര മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക എന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. ഇത് ഞങ്ങളുടെ 35-ാം സ്റ്റേറ്റ് സമ്മേളനം അംഗീകരിച്ച നവകേരള സംബന്ധിച്ച കാഴ്ചപ്പാട് രേഖയാണ്. ആ രേഖയിൽ ഞങ്ങൾ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്ത് വിദേശ നിക്ഷേപത്തിന് സാധ്യത പരിശോധിക്കും. അതിന് അനുസരണമായിട്ടുള്ളതാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഞങ്ങൾക്കറിയാം ഈ രാജ്യത്തിലെ ഏറ്റവും മോശക്കാരായ ഈ രാജ്യ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന ഗവൺമെന്റ് അത് കോൺഗ്രസ് BJP-യുമാണ്. ഞങ്ങളത് ചെയ്യില്ല. എന്നാൽ ഈ തലയ്ക്ക് വെളിവ് വരാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് 2023 വരെ കാത്തിരിക്കണം എന്നത് നിങ്ങളെ സംബന്ധിച്ച് അല്ല, നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം മാത്രമാണ്. അത് ഒരു പൊതുബാധ്യതയാകരുത്. അതാണ് ഇവിടെ രാജുവൊക്കെ പറയുന്നത്. ഇത് 15 കൊല്ലം മുമ്പ് നടക്കേണ്ടതല്ലേ? നിങ്ങൾ ഈ 57-ലെ ഗവൺമെന്റ് വന്നിട്ട് മാവൂർ റയോൺസുമായി ബന്ധപ്പെട്ട് അല്ല, ഒരു സെക്കൻഡ് രാജു, 1 ടൺ മുള കൊടുത്തത് 1 രൂപയ്ക്കാണെന്ന് പറയുന്ന കണക്കുമായി നിൽക്കുന്ന ആളുകളല്ലേ അല്ലേ? നിങ്ങൾക്ക് ഈ 15 കൊല്ലത്തിന്റെ കണക്ക് പക്ഷേ രഹസ്യമായി അങ്ങ് മാറ്റിവെക്കണം. 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് വെളിപാട് വരുന്നത്. അയ്യോ, നമുക്ക് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാകണം, അതുകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നവകേരള രേഖ ഉണ്ടാക്കുക, ഉടനെ തന്നെ അതിലേക്ക് ഓടിപ്പോവുക. 24-നും അതുപോലെ BJP-ക്കും കോൺഗ്രസിനും ഞങ്ങൾ ഇന്ത്യയിലെ കുത്തക മുതലാളിത്ത മൂലധനത്തിൻ്റെ ആളാണ് എന്ന് സ്ഥാപിക്കുക കോൺഗ്രസിനെയും BJP-യും രക്ഷിക്കാൻ ആവശ്യമാണ്. കാരണം ഈ രാജ്യം അവർക്ക് വിൽക്കുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ കാലത്തും വിദേശ മൂലധനത്തോടും സ്വകാര്യ മൂലധനത്തോടും ഒരു സമീപനമുണ്ട്. ഞങ്ങൾ EMS-ന്റെ ഗവൺമെൻറ് ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് ബിർള ഇവിടേക്ക് വന്നത് സ്വകാര്യ മൂലധനവുമായിട്ട്. വിദേശ മൂലധനം അസ്പൃശ്യമാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. എന്നാൽ രാജ്യത്തെയാകെ വിറ്റ് രാജ്യത്തെയാകെ നിയന്ത്രിക്കാൻ അവരനുവദിക്കുക അസാധ്യമാണ്. ഞങ്ങളത് അനുവദിക്കില്ല. ഇത് ഞങ്ങളുടേതായ വ്യക്താണെന്ന് നിങ്ങൾ കോൺഗ്രസും BJP-യും കോർപ്പറേറ്റുകൾക്ക് രാജ്യം വിൽക്കുന്നു. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ നേതാവല്ലേ സഖാവ് പിണറായി വിജയൻ, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ നേതാവല്ലേ ഈ പറയുന്ന കേരളത്തിനകത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം. നിങ്ങൾക്ക് കോൺഗ്രസിന് എന്തെങ്കിലും നയമുണ്ടോ? എവിടെയെങ്കിലും ആലോചിക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാം ആലോചിച്ച് മാത്രം തീരുമാനിച്ച് നടപ്പാക്കുന്ന പാർട്ടിയാണ്. ശരി.